ഓം ശ്രീ ഗണേശാചാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽനാരായണീയം. ദശകം 77. ഉപശ്ലോകോത്പത്തിയും ജരാസന്ധ യുദ്ധവും. ഉത്തമ ശ്ലോകനം നിന്നെ സദാ നേരം ധ്യാനിച്ചും ആ ഉത്സവം പ്രതീക്ഷിച്ചോരാ സൈരന്ധ്രി തന്റെ ഉത്തമം വാസസ്ഥലത്തെത്തിയല്ലോ കാമരൂപൻ. ഉദ്ധവനോടൊരുമിച്ചു ഓരോ ദിവസം മനോഹര രൂപനായി മന്മഥൻ വന്നണഞ്ഞപ്പോൾ മനോരഥ പൂർത്തി വന്ന വേളം സൈരന്ധ്രിയും മാറിയിടത്തിൽ വിലസുന്ന സ്തനകാരശങ്ങളാലെ മാധവനു പ്രേമാഭിഷേകവും നടത്തി. തിരിച്ചു പോരവേ എന്തു വരം വേണം എന്നുള്ളതാം താമരക്കണ്ണനാം നിന്റെ ചോദ്യം കേട്ടപ്പോൾ സായുജ്യവും സാമീപ്യവും ചോദിച്ചില്ല സൈരന്ധ്രിയും. സംഭോഗ സുഖത്തെ മാത്രം ആവശ്യപ്പെട്ടു വരമേകി. അതുപോലെ പല പല രാത്രികളിൽ വാസുദേവൻ അവിടത്തു ക്രീഡകൾ ചെയ്തു. ഉപശ്ലോകൻ എന്ന പേരിൽ അവളിൽ പുത്രനുമുണ്ടായി. നാരദ ശിഷ്യനായവൻ ഭവൽ ഭക്തനായി. രാമനും ഉത്സവമായി മറ്റൊരു ദിവസം കണ്ണൻ അക്രൂരന്റെ വീട്ടിലേക്ക് എഴുന്നള്ളിയല്ലോ. സൽക്കാരങ്ങൾ സ്വീകരിച്ചു അക്രൂരനാലറിഞ്ഞല്ലോ പാണ്ഡവരുടെ കഥയും പാണ്ഡവ ബന്ധു. ജാമാതാവം കംസനെ തൻ വധിച്ചോരാ വാർത്ത കേട്ടു ജരാസന്ധൻ കോപിഷ്ഠനായി പോരിനൊരുങ്ങി. സ്വർഗത്തിൽ നിന്നും ലഭിച്ച തേരിലേറി സർവേശ്വരൻ സ്വർഗം ഭോഗിപ്പിച്ചു ജരാസന്ധ സൈന്യത്തെ. ബലരാമൻ ബന്ധിച്ചോരാ ജരാസന്ധ രാജാവിനെ ബലരാമ സോദരാനി വിട്ടയച്ചല്ലോ. ശക്തനായ ജരാസന്ധൻ മഹാരാജാവിനേക്കാളും ശക്തനായി അക്കാലത്തു വേറെയാരുണ്ട്. പിന്നെയും പടയുമായി 16 വട്ടമെത്തി. പിന്നെയും തോൽവിയാണഞ്ഞു ജരാസന്ധനും. 391 അക്ഷൗഹിണി സൈന്യങ്ങളെ മുപ്പാരിനും നാഥാനിയോ തകർത്തെറിഞ്ഞു. 18-മതും ദുഷ്ടൻ പടകൂട്ടിയെത്തിയപ്പോൾ കാലയവനനുമെത്തി നിന്നെ നേരിടാൻ. സമുദ്രമധ്യത്തിലൊരു നഗരം നീ സൃഷ്ടി ചെയ്തു സർവരെയും അവിടേക്കു മാറ്റിപ്പാർപ്പിച്ചു. യവനനെ പേടിച്ചിട്ടു യാദവാ നീ ഓടിപ്പോയി ഒളിച്ചല്ലോ പർവ്വതത്തിൻ മധ്യേ ഗുഹയിൽ. മുകുന്ദനെന്നു കരുതി മുചുകുന്ദനെ ചവിട്ടി യവനനോ ഭസ്മമായി നീ ദർശനം നൽകി. മുചുകുന്ദൻ നിഷ്കാമം ഭക്തിക്കായി പ്രാർത്ഥിച്ചപ്പോൾ മുകുന്ദനോ വരമേകി മോക്ഷമുക്തിക്കായി. ഹിംസാദോഷം തീരുവാനായി തപസ്സു ചെയ്യുക വേണം ഹിരണ്യാക്ഷാരിയം നീയും അരുളി ചെയ്തു. മധുരയ്ക്കു ചെന്ന ശേഷം യവനന്റെ സൈന്യത്തെയും കൊന്നൊടുക്കി ദ്വാരകയ്ക്കു തിരിച്ചു പോയി. ജരാസന്ധൻ വീണ്ടുമെത്തി ജയമേകി ഭഗവാനും ഓടിപ്പോയി കണ്ണാ എന്നെ കാത്തരുളേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.